പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം പഠിക്കാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാം. ആയുസ്സും ആരോഗ്യവും തന്ന് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ഭക്തിയോടും പ്രാർത്ഥനയോടും വ്യാപരിക്കാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കർത്താവിൻ്റെ വചനം പഠിക്കാനായി നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്ന് കാണിക്കുന്ന തീക്ഷ്ണമായ താല്പര്യത്തെയും ആഗ്രഹത്തെയും സമർപ്പണത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം വളരെയധികം ആഴമായ ദൈവാനുഭവങ്ങളിലേക്ക് നമ്മളെ നയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സാധ്യതയുള്ള ഒരു അധ്യായമാണ് ഈ 4-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21 അധ്യായങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ആ 21 അധ്യായങ്ങളിൽ കുറേ കൂടി സവിശേഷമായ ശ്രദ്ധയും വിശദീകരണവും ആവശ്യമുള്ള ചില അധ്യായങ്ങളുണ്ട്. അങ്ങനെയുള്ള വളരെ സവിശേഷ ശ്രദ്ധ ഉണ്ടാകേണ്ട അധ്യായങ്ങളിലൊന്നാണ് ഈ 4-ാമത്തെ അധ്യായം. വളരെ മനോഹരമായ ഒരു സംഭവം ഇവിടെ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് യോഹന്നാൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ആഴമായ ചില ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് കടക്കാം. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തതായി ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂർ ആയിരുന്നു. നമ്മൾ ഈ 4-ാം അധ്യായത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളെ ഒരിക്കൽ കൂടി വായിച്ചാൽ 4-ാം അധ്യായത്തിൻ്റെ പ്രമേയം മനസ്സിലാക്കുന്നതിന് സഹായിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം 36-ാമത്തെ വാക്യമാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. 3-ാം അധ്യായം അവസാനിച്ചത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ പിന്നീടാണ് ഈ ഗ്രന്ഥങ്ങൾക്ക് നൽകപ്പെടുന്നത്. ആരംഭത്തിൽ യോഹന്നാൻ സുവിശേഷം എഴുതി നമുക്ക് നൽകുമ്പോൾ അധ്യായങ്ങളോ വാക്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് കാലാന്തരത്തിൽ വായനക്കാരുടെ സൗകര്യത്തിനായി കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ 3, 4, 2, 1 ഇങ്ങനെയുള്ള തരംതിരിവുകളൊക്കെ തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു എന്നതിനപ്പുറത്ത് അതിന് പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല. നമ്മൾ വചനം വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കൂടുതൽ നമ്മെ സഹായിക്കുന്നത് അധ്യായങ്ങളെ ബൈപ്പാസ് ചെയ്ത് വായിക്കുമ്പോഴാണ്. അതായത് 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യവും 4-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളും നമ്മൾ ഒറ്റ ഖണ്ഡികയായി അല്ലെങ്കിൽ ഒറ്റ ആശയമായി വായിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് പലപ്പോഴും സുവിശേഷങ്ങളിൽ വിവരിക്കുന്ന സംഭവങ്ങളുടെയും ആശയങ്ങളുടെയും അർത്ഥഗരിമ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു വളരെ ഗൗരവമായ ഒരു ചിന്തയായി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം 36-ാമത്തെ വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. അപ്പോൾ 3-ാം അധ്യായം ചർച്ച ചെയ്ത പ്രമേയം എന്തായിരുന്നു? നിക്കോദെമോസിനോട് ഈശോ ചർച്ച ചെയ്ത പ്രമേയം, സംസാരിച്ച പ്രമേയം വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന വീണ്ടും ജനനം എന്ന ആശയമാണ്. വിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന നിത്യജീവൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് നിക്കോദെമോസിനോട് യേശു സംസാരിച്ചത്.
അതുകൊണ്ടാണ് ആ അധ്യായത്തിൽ നമ്മൾ മനോഹരമായ പല വാക്യങ്ങളും കണ്ടിട്ടുള്ളത്. ഇപ്രകാരമുള്ള വാക്യങ്ങൾ എന്താണ്? തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ആ വാക്യം. അതുപോലെ തന്നെ പുത്രനെ വിശ്വസിക്കാത്തവന് ജീവനില്ല. അതുപോലെ തന്നെ എന്താണ് ശിക്ഷാവിധി? പ്രകാശൻ ലോകത്തിലേക്ക് വന്നിട്ടും, ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നിട്ട് അവനെ വിശ്വസിക്കാത്തതാണ് ശിക്ഷാവിധി, അവനെ വിശ്വസിക്കുന്നതാണ് രക്ഷയുടെ വഴി. അപ്പോൾ ഈ പ്രമേയങ്ങളെല്ലാം അവതരിപ്പിച്ച് അവസാനത്തിലേക്ക് എത്തുമ്പോൾ യോഹന്നാൻ അതിൻ്റെ ഒരു ഉപസംഹാരം എന്ന വിധത്തിലാണ് ഈ 36-ാമത്തെ വാക്യം പറയുന്നത്. അതായത് പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? നിത്യജീവൻ ലഭിക്കുന്നു. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തലയിൽ നടക്കുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു അനുസരണമാണ്, ഒരു സമർപ്പണമാണ്. അങ്ങനെ സമർപ്പിക്കാത്തവന് ജീവൻ ഉണ്ടാവുകയില്ല, അവൻ്റെ മേൽ ദൈവകോപം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 3-ാം അധ്യായത്തിൽ തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത സംഭവങ്ങളിൽ വിവരിക്കുന്ന വിശ്വാസം എന്ന ആശയം, ജീവൻ എന്ന ആശയം, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വാസം എന്ന ആശയവും ജീവൻ എന്ന ആശയവും കൂടുതൽ വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് 4-ാമത്തെ അധ്യായം. അപ്പോൾ 3-ാം അധ്യായത്തിൽ വിവരിച്ച കാര്യങ്ങളുടെ പ്രായോഗികമായ ഒരു ആപ്ലിക്കേഷൻ, പ്രായോഗികമായി അത് ജീവിതത്തിൽ പകർത്തപ്പെടുന്നത്, പരാവർത്തനം ചെയ്യപ്പെടുന്നത് 2 ജീവിതങ്ങളിലൂടെ നമ്മെ യോഹന്നാൻ കാണിച്ചു തരികയാണ്. ഈ 4-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ആ 2 സംഭവങ്ങളിലെയും വ്യക്തികളുടെ പ്രത്യേകത, ഇവർ രണ്ടുപേരും യഹൂദരല്ലായിരുന്നു എന്നുള്ളതാണ്. യഹൂദരല്ലാത്ത വിജാതീയരായ 2 വ്യക്തികളെ 4-ാം അധ്യായത്തിൽ നമ്മുടെ കൺമുമ്പിലേക്ക് പരിചയപ്പെടുത്തിയിട്ട് യോഹന്നാൻ ഈ വിശ്വാസത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന രക്ഷയെ, വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ദൈവിക ജീവനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ സമറിയാക്കാരി എന്ന സ്ത്രീയാണ്. കിണറ്റിൻ കരയിൽ ക്ഷീണിച്ചവശനായിരിക്കുന്ന യേശു വെള്ളം കോരാൻ എത്തുന്ന ഈ സ്ത്രീയുമായി നടത്തുന്ന സംഭാഷണമാണ് 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. എന്നാൽ അതുകൊണ്ട് 4-ാം അധ്യായം തീരുന്നില്ല. 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗം വിവരിക്കുന്നത് യേശു രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. അപ്പോൾ സമറിയാക്കാരിയും രാജസേവകനും 2 പേരും വിജാതീയരാണ്. ഇനി ഈ 2 സംഭവങ്ങളുടെയും പൊതുവായ 2-ാമത്തെ പ്രത്യേകത, യേശുവിനെ അവർ അനുഭവിച്ച് കഴിയുമ്പോൾ, യേശുവിനെ അവർ സ്വീകരിച്ച് കഴിയുമ്പോൾ, അവർ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് ഈ യേശുവിലൂടെ ലഭിച്ച നിത്യജീവനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പങ്കുവെച്ചു കൊടുക്കുകയും അവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന സുവിശേഷ വേലയുടെ മനോഹരമായ ഒരു അടരും ഈ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 സംഭവങ്ങളും വിവരിക്കുന്നത് യേശുവിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ജീവനും ആ വിശ്വാസം ലഭിച്ചവർ യേശുവിനെ പങ്കുവെക്കുന്നതുമാണ് ഈ 4-ാം അധ്യായത്തിൻ്റെ പ്രമേയം. ഇനി ഇത് നമ്മുടെ മുമ്പിലേക്ക് വായനക്കാരായ പഠിതാക്കളായ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് യോഹന്നാൻ നമ്മളോട് പറഞ്ഞു തരാനായി പരിശ്രമിക്കുന്നത് എന്താണ്? നിങ്ങളും ഇതേ യാത്രയിലൂടെ കടന്നു വരിക. ഇതേ യാത്രയിലൂടെ നിങ്ങൾ കടന്നു വന്നു കഴിയുമ്പോൾ വിശ്വാസത്തിലൂടെ നിങ്ങൾക്കും സമറിയാക്കാരിക്കും രാജസേവകനും കുടുംബത്തിനും ഉണ്ടായ അതേ ജീവൻ്റെ അനുഭവം ഉണ്ടാകും എന്ന് നമ്മളെ വായനക്കാരായി നമ്മളെ ക്ഷണിക്കുകയാണ് യോഹന്നാൻ ഈ 4-ാം അധ്യായത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിന് ആമുഖമായി പൊതുവായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രായോഗിക പരാവർത്തനവും പകർത്തിയെഴുത്തുമാണ് 2 ജീവിതങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി ഇതിന് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, കർത്താവ് ഈശോ മിശിഹ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ശ്രദ്ധിച്ചിരുന്ന ആളല്ലായിരുന്നു. ഉദാഹരണത്തിന് 3-ാം അധ്യായവും 4-ാം അധ്യായവും തമ്മിൽ നമ്മളൊരു താരതമ്യ പഠനം നടത്തിയാൽ 3-ാം അധ്യായത്തിൽ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ട, സമൂഹത്തിലെ ഉന്നത നിലവാരം അനുഭവിച്ചിരുന്ന, ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന, സമ്പന്നനായിരുന്ന, പണ്ഡിതനായിരുന്ന, മാന്യതയും ബഹുമാനവും സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് യേശുവിൻ്റെ സംഭാഷണം 3-ാം അധ്യായത്തിൽ. 4-ാം അധ്യായത്തിൽ വളരെയധികം സമൂഹം വളരെ പുച്ഛത്തോടും കണ്ടംറ്റോടും കൂടി, വെറുപ്പോടും കൂടി കണ്ടിരുന്ന ഒരു സ്ത്രീയുമായിട്ടാണ് യേശുവിൻ്റെ സംസാരം. അതായത് 3-ാം അധ്യായത്തിൽ വളരെ ഉന്നത സ്ഥാനീയനും ബഹുമാന്യനും ഒരുപക്ഷെ സമൂഹത്തിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ വിശുദ്ധനായി കരുതപ്പെട്ടിരുന്ന ഒരാളുമായി സംഭാഷണം നടത്തിയ രാത്രിക്ക് ശേഷം കർത്താവ്
പിന്നീട് യാത്ര ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള തന്നെ സമൂഹത്തിൻ്റെ ഏറ്റവും നിന്ദരായ മനുഷ്യരുടെ വിഭാഗത്തിൽ കണക്കിട്ട് എണ്ണി മനസ്സിലാക്കിയിരുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് യേശുവിൻ്റെ സഞ്ചാരം. അതായത് ജീസസ് വാസ് നോട്ട് സ്റ്റക്ക് ഓൺ എനി പർട്ടിക്കുലർ ക്ലാസ്. ഏതെങ്കിലും ഒരു സമൂഹത്തിലെ വിഭാഗത്തോട് മാത്രം തന്നെ താതാത്മ്യപ്പെടുത്തിയ ആളായിരുന്നില്ല യേശു. അവൻ എല്ലാവർക്കും എല്ലാമായി എന്ന ബൈബിളിലെ ആ വചനം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പിതാവിൻ്റെ സ്നേഹം ലോകത്തിലേക്ക് പകർന്നു കൊടുക്കാനായി പിതാവ് അയച്ച സ്നേഹത്തിൻ്റെ ആ ഏകജാതൻ എന്ന നിലയിൽ ഈശോ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് തൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരുന്നു എന്നുള്ളതാണ് ഈ 4-ാം അധ്യായത്തിൽ 3-4 അധ്യായങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ യേശു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായിരുന്നില്ല. ഇനി അതിനകത്ത് നമുക്ക് കാണുന്ന മറ്റൊരു കാര്യം, ഈ രാത്രിയിൽ നിക്കോദെമോസ് യേശുവിനെ അന്വേഷിച്ചു വരുന്ന നിക്കോദെമോസിനെ യേശു കാത്തിരിക്കുന്നുണ്ട്. നിക്കോദെമോസ് ഈ രാത്രിയിൽ തന്നെ കാണാൻ എത്തും എന്ന് മനസ്സിലാക്കുന്ന, തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ തിരിച്ചറിയുന്ന യേശു യഥാർത്ഥത്തിൽ നിക്കോദെമോസിനെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രിവിലേജ്ഡ് ആയ ഒരു മനുഷ്യനെ, സമൂഹത്തിൽ അംഗീകാരങ്ങളും അവകാശങ്ങളുമുള്ള, അധികാരമുള്ള, സ്ഥാനമുള്ള ഒരു മനുഷ്യന് യേശുവിനോട് സംസാരിക്കണം. അയാളെ യേശു കാത്തിരിക്കുകയാണ്. ബഹുമാന്യനായൊരു വ്യക്തിയെ, സമൂഹത്തിലെ ബഹുമാന്യനായൊരു വ്യക്തിയെ, പ്രിവിലേജ്ഡ് ആയ ഒരാളെ യേശു കാത്തിരിക്കുകയാണ്. ഇനി 4-ാം അധ്യായത്തിൽ കാണുന്നത് വളരെ അൺപ്രിവിലേജ്ഡ് ആയ ഒരു സ്ത്രീയെ യേശു തേടിപ്പോവുകയാണ്. ഇത് രണ്ടും യേശുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ 2 മുഖങ്ങളാണ്. അതായത് ഏതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളുള്ള മനുഷ്യരെ യേശു കാത്തിരിക്കും. അവർ വരുന്നതും കാത്ത് യേശു വെയിറ്റ് ചെയ്യും. എന്നാൽ ഒരു തരത്തിലും അത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ലാത്തവരെ യേശു തേടി അവരുടെ പിന്നാലെ യാത്രയാവുകയും ചെയ്യും. എന്നെ വളരെ സ്പർശിച്ചത് 3-ാം അധ്യായത്തിൽ ഹി വെയിറ്റഡ് ഫോർ ദ പ്രിവിലേജ്ഡ്. 4-ാം അധ്യായത്തിൽ ഹി വെൻറ്റ് ആഫ്റ്റർ ദി അൺപ്രിവിലേജ്ഡ്. അവൻ സമൂഹത്തിലെ ഉന്നതരായ മനുഷ്യരെ കാത്തിരുന്നു. സമൂഹത്തിലെ അധമ ബോധങ്ങളിൽ കഴിഞ്ഞിരുന്നവരെ തേടിപ്പോവുകയും ചെയ്തു. അതായത് നമുക്ക് യേശുവിനെ മിസ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. നമുക്ക് യേശുവിനെ മിസ് ചെയ്യാൻ സാധ്യതയില്ല. ഒന്നുകിൽ അവൻ നമ്മളെ കാത്തിരിപ്പുണ്ട്, അല്ലെങ്കിൽ അവൻ നമ്മളെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഇത് മനോഹരമായ പല ചിത്രങ്ങളിലൂടെ ബൈബിൾ അവതരിപ്പിക്കുന്ന ഒരു ആശയമാണ്. ഞാൻ വേഗത്തിൽ മറ്റൊരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. യേശുവിൻ്റെ ജനന സമയത്ത് ഈ വാർത്ത ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ് എന്ന് മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ യാഥാർത്ഥ്യത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ലോകമാധ്യമങ്ങൾ ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ്, അതായത് ഈ കാലഘട്ടത്തിലെ മീഡിയ ഈ കാലത്തിനിടയിൽ, ഈ ചരിത്രത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വാർത്ത, ദൈവം മനുഷ്യനായി എന്ന വാർത്ത. അപ്പം അത്രയും സുപ്രധാനമായ, മർമ്മപ്രധാനമായ ഈ ബ്രേക്കിംഗ് ന്യൂസ് ലോകത്തിലേക്ക് അറിയിക്കപ്പെടുമ്പോൾ, പുത്രൻ ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ, നമ്മൾ 2 കൂട്ടം മനുഷ്യരെ കാണുന്നുണ്ട്. ഒന്ന് ജ്ഞാനികൾ, 2 ആട്ടിടയന്മാർ. ജ്ഞാനികളും ഇടയന്മാരും. നമ്മൾ ഈ കാണുന്ന 2 കൂട്ടരും, ജ്ഞാനികൾ പ്രിവിലേജ്ഡ് ആണ്, ആട്ടിടയന്മാർ അൺപ്രിവിലേജ്ഡ് ആണ്. ജ്ഞാനികളുടെ പ്രത്യേകത, അവർ പാണ്ഡിത്യവും അറിവും ജ്ഞാനവും അതുപോലെ തന്നെ കാലത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഗതിവിഗതികളെ വേർതിരിച്ച് വിവച്ഛേദിച്ചറിയാനുള്ള സാധ്യതകളും ഉപകരണങ്ങളും അറിവും പാണ്ഡിത്യവും സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ആളുകളായിരുന്നു ജ്ഞാനികൾ. എന്നാൽ നേരെ വിപരീത വിഭാഗമാണ് ആട്ടിടയന്മാർ. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപക്ഷെ അവരുമായി താരതമ്യപ്പെടുത്താൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഈ നഗരങ്ങളിലൂടെയൊക്കെ അലയുന്ന നാടോടികളായിരിക്കും. അതായത് അന്തി ഉറങ്ങാൻ ഇടമില്ലാത്ത, ആധാർ കാർഡ് ഇല്ലാത്ത, ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡുകളിൽ പേരില്ലാത്ത, ആരും റെക്കമെൻഡ് ചെയ്യാനില്ലാത്ത, മെൻറ്ററുകളില്ലാത്ത, സ്പോൺസേഴ്സ് ഇല്ലാത്ത, ബെനഫാക്ടേഴ്സ് ഇല്ലാത്ത, ഗുണകാംക്ഷികളോ അഭ്യുദയകാംക്ഷികളോ ഉപകാരികളോ ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ. അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് എന്നറിയാത്ത, ഇന്ത്യയുടെ ലോക്സഭാ ഇലക്ഷൻ ഇനി എന്നാണ് എന്നറിയാത്ത, ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതാണ്, രാഷ്ട്രീയ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്നൊന്നും അറിയാത്ത, ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ തലക്കെട്ട് എന്താണെന്നറിയാത്ത, സത്യം പറഞ്ഞാൽ ഒന്നും അറിയാത്ത, ലോകത്ത് നടക്കുന്ന നൂതനമായ സാങ്കേതിക വിദ്യകളുടെ വിസ്ഫോടനങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത, സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ
ഭക്ഷണം കഴിക്കുക, ആഹരിക്കുക, ഉറങ്ങുക, ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും ബേസിക്കായ ചില കാര്യങ്ങൾ ചെയ്യുക. അതിനപ്പുറത്ത് ജീവിതം ഇല്ലാത്ത മനുഷ്യർ, ഒരുപക്ഷെ അതുമാത്രം ജീവിതമായ മനുഷ്യർ, അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുകയോ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളോ ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളോ ഒന്നും അനുഭവിക്കാൻ ജീവിതത്തിൽ യാതൊരു ഭാഗ്യമോ ഒന്നും കിട്ടാത്ത ഈ നാടോടികളായ മനുഷ്യർ, ദേ ആർ ദ മോസ്റ്റ് അൺപ്രിവിലേജ്ഡ്. അപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ലോകത്തിൽ സംഭവിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയൊരു വാർത്ത ഇതാ ലോകത്തോട് ദൈവം അറിയിക്കുകയാണ്. പ്രിവിലേജ്ഡായ ആളുകൾക്ക് അവരുടെ സൂക്ഷ്മദർശിനികളുണ്ട്, അവരുടെ ഉപകരണങ്ങളുണ്ട്, അവരുടെ ടെലസ്കോപ്പിക് ലെൻസസ് ഉണ്ട്, അവരുടെ ആകാശത്തേക്ക് ഇങ്ങനെ തുറന്നു വച്ചിരിക്കുന്ന ഉപകരണങ്ങളും സൂക്ഷ്മദർശിനികളുമുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലൊരു നേരിയ ചലനമുണ്ടായാൽ അത് പെട്ടെന്ന് ഒപ്പിയെടുക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ജ്ഞാനികൾക്ക് വേണ്ടി അതിസ്വാഭാവികമായ കാര്യങ്ങളൊന്നും ദൈവം ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടി ആകെ ദൈവം ചെയ്തത് അവരിങ്ങനെ നോക്കിയിരിക്കുന്ന ആകാശത്ത് സാധാരണ പ്രത്യക്ഷപ്പെടാത്ത വിധത്തിലുള്ള ഒരു നക്ഷത്രം ഉദിച്ചു. ജ്ഞാനികൾക്കത് മതി, ഒരു നക്ഷത്രം അവർക്ക് വേണ്ടി ഉദിച്ചു. ആ നക്ഷത്രത്തെ നോക്കിയിരുന്നവർക്ക് മനസ്സിലായി ഈ ഭൂമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ സംഭവിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ പ്രിവിലേജ്ഡിന് വേണ്ടി ഒരു നക്ഷത്രം. പക്ഷേ ഈ നാടോടികൾക്കോ, ഈ ഇടയന്മാർക്കോ രാത്രിയിൽ യൂദയായുടെ മലഞ്ചെരുവുകളിൽ ആടുകളെ നോക്കിക്കൊണ്ട് ഈ മഞ്ഞ് തണുത്തുറഞ്ഞ പാതിരാത്രികളിൽ ലോകത്ത് നടക്കുന്ന ഒരു വിവരങ്ങളും അറിയാതെ കിടക്കുന്ന ഈ മനുഷ്യരെ ഈ ബ്രേക്കിംഗ് ന്യൂസ് എങ്ങനെ അറിയിക്കും? അറിയിക്കാൻ ആകെ കൂടി കർത്താവിൻ്റെ മുമ്പിൽ ഒരേ ഒരു വഴിയുള്ളൂ. ഇവന്മാരിത് അറിയണമെങ്കിൽ അതിസ്വാഭാവികമായി എന്തെങ്കിലും ഇവരുടെ കൺമുമ്പിൽ, ഇവരുടെ ആകാശത്ത്, ഇവരുടെ മനോമുകുരത്തിൻ്റെ നഭോമണ്ഡലങ്ങളിൽ മനോഹരമായ, അത്ഭുതകരമായ, വിസ്മയനീയമായ ചില കാര്യങ്ങൾ സംഭവിക്കണം. അതുകൊണ്ടാണ് എണ്ണിയാലൊടുങ്ങാത്ത ദൂതന്മാരുടെ സംഘം, മാലാഖമാരുടെ ഗണം ഈ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരിങ്ങനെ പാട്ടുപാടി, കൊയർ ഓഫ് ഏഞ്ചൽസ്, അവരിങ്ങനെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തി പറയുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതാ ഞാൻ നിങ്ങളെ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത അറിയിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ഇതാ കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇവന്മാരറിയില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മലയാള മനോരമയിൽ ഹെഡിങ് വന്നാൽ ഇവരറിയില്ലത്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇത് വന്നാൽ ഇവരറിയാൻ പോകണില്ല. ഇത് നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വന്നാൽ ഇവരിത് അറിയാൻ പോകണില്ല. ഇവരറിയണമെങ്കിൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഇവരുടെ കൺമുമ്പിൽ സംഭവിക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യിച്ചിട്ട് ആ ഇടയന്മാരെയും ആ വാർത്ത ദൈവം അറിയിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ഈ 4-ാം അധ്യായം പഠിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം, ദർ ഈസ് നോ ചാൻസ് ദാറ്റ് യു മിസ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് യേശുവിനെ മിസ് ചെയ്യാൻ ഒരു വഴിയില്ല. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ആയുസ്സിനിടയിൽ അവൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. എങ്ങനെയെങ്കിലും ഒന്നുകിൽ അവൻ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും, അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ തേടിയെത്തുന്നുണ്ടാവും. നിക്കോദെമോസിനെ പ്രിവിലേജ്ഡിനെ കാത്തിരുന്ന അൺപ്രിവിലേജ്ഡിന് വേണ്ടി അവൻ്റെ പിന്നാലെ യാത്രയായ ഈശോ. ഈ 3-4 അധ്യായങ്ങളിലെ ഈ കോൺട്രാസ്റ്റ് നമ്മുടെ മനസ്സിൽ ഈ അധ്യായം പഠിക്കുമ്പോൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മളെ വളരെയധികം നമ്മൾ വിലയുള്ളവരാണ് എന്ന ബോധ്യത്തിലേക്ക് എത്താൻ സഹായിക്കും. ആരുമില്ല, സത്യം പറഞ്ഞാൽ ഡിസ്പൈസ്ഡ് എന്ന് പറയാൻ, ഈ തള്ളിക്കളയപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു, ആരുമില്ലാത്തവരായി, അന്യതാബോധങ്ങളിൽ, ഇങ്ങനെയൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ ആരുമില്ല. കാരണം എല്ലാവരുടെയും പിന്നാലെ യേശു യാത്ര ചെയ്യുന്നുണ്ട്. നമ്മളറിയാതെ നമ്മളെ ഒരാൾ പിന്തുടരുന്നുണ്ട്. നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ മധ്യേ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സൗഹൃദ സദസ്സുകളിലും കുടുംബ കൂട്ടായ്മകളിലും നിങ്ങളുടെ അന്തിച്ചർച്ചകളിലും ഒക്കെ നിങ്ങളറിയാത്ത ഒരാളുടെ പ്രസൻസ് ഉണ്ട്. ഒന്നുകിൽ അയാൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിലേക്ക് എത്താതെ ഈ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ നേരിടാവുന്ന ഏറ്റവും വലിയ മഹാദൗർഭാഗ്യമായിരിക്കും. യേശുവിലേക്ക് എത്താതെ ഒരാൾ കണ്ണുപൂട്ടുക എന്നത് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ജീവിത ദുരന്തവും ദൗർഭാഗ്യവും, ദ മോസ്റ്റ് മിസ്ഫോർച്യൂൺ എവർ ക്യാൻ ഹാപ്പൻ ഇൻ എ ഹ്യൂമൻ ബീങ്സ് ലൈഫ് ഈസ് ടു മിസ് ഹിം ഹു ഈസ് ഓൾവേസ് പ്രസൻറ്റ്
ഹു ഈസ് ഓൾവേസ് അവൈലബിൾ. എപ്പോഴും തന്നെ സംലഭ്യനാക്കിയ ഒരു ദൈവത്തെ മിസ് ചെയ്യുക എന്നുള്ളത് നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. ആ നഷ്ടം നികത്താൻ ഈ ഭൂമി കൂട്ടിവെച്ചതിനോ ഈ ആയുസ്സിൽ നേടിയെടുത്തതിനോ ഒന്നും സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാർത്ഥന ഉണ്ടാവണം. 4-ാം അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ഉണ്ടാവണം. കർത്താവേ, ഒരിക്കലും നിന്നെ മിസ് ചെയ്യാൻ ഇടയാവരുത്. എൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ മുൻവഴികളിലുമൊക്കെ നീ എത്തുമ്പോൾ നിന്നെ ബൈപ്പാസ് ചെയ്ത് പോകാൻ ഇടയാവരുത്. വലിയൊരു വേദനയുണ്ടാവും, സത്യം പറഞ്ഞ ഒരു ഭാരം ഉണ്ടാവണം. അതായത് ഈ ഈശോ ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഈ അവനെ ഒത്തിരി പേർക്ക് മിസ് ചെയ്തു. ജീവനോടിങ്ങനെ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരിയും പേർക്ക് അവനെ മനസ്സിലായില്ല. ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് നമുക്കും. അവൻ ഒന്നാമത് വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചെങ്കിൽ രണ്ടാമത് വരുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കർത്താവ് വാനമേഘങ്ങളിൽ വീണ്ടും വരുമ്പോൾ നമുക്കത് യേശുവാണെന്ന് മനസ്സിലാകണമെന്ന് പോലുമില്ല. നമ്മൾ ഈ സോ കോൾഡ് ഭക്തരൊക്കെ ചിലപ്പോൾ അവനെ മിസ് ചെയ്തു എന്നും വരാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സങ്കടപ്പെടുത്തുന്ന വിചാരങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് 4-ാം അധ്യായം തുടങ്ങുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഈ 4-ാം അധ്യായത്തെ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥനാപൂർവ്വം സമീപിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പലയാവർത്തി ഈ 4-ാം അധ്യായം നിങ്ങൾ വായിക്കുക. നമ്മൾ ഈ അധ്യായത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഒരുപക്ഷെ അടുത്ത എപ്പിസോഡിന് മുമ്പ് സാധിക്കുന്നിടത്തോളം അനേക തവണ നിങ്ങൾ ഈ അധ്യായം വായിക്കുകയും കൂടുതൽ ആഴത്തിൽ ഈ വചനങ്ങളെ പരിചയപ്പെടുകയും ചെയ്യുക എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ.